ജയിൽ ഡി ജി വിനോദ് കുമാറിന്റെ ലീലാവിലാസങ്ങളുടെ ഓരോ വാർത്തയും പുറത്തോട്ട് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ നടുങ്ങുകയാണ്. ഈ ക്രിമിനലുകളായി ജയിലിൽ കഴിയുന്ന കുറ്റവാളികൾക്ക് പൈസ വാങ്ങിയിട്ട് പരോൾ ഏർപ്പെടുത്തി കൊടുക്കുക, പുള്ളിക്ക് അവിടെ കിടക്കാനുള്ള അത്യാവശ്യം നല്ല സംവിധാനങ്ങൾ കൊടുക്കുക, മൊബൈൽ ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ കൊടുക്കുക, ജയിലിനെ പഞ്ചനക്ഷത്ര ഹോട്ടലാക്കി മാറ്റുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയ കക്ഷിയുടെ പേരാണ് DIG വിനോദ് കുമാർ. കയ്യിൽ കിട്ടിയത് എത്രയാ? ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് 30,000, 40,000, 40,000 രൂപ ഇതൊക്കെ വാങ്ങി 10-40 ലക്ഷം രൂപയുടെ അക്കൗണ്ട് ബാങ്കിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മനുഷ്യൻ്റെ ഒരു ഓപ്പൺനെസ് ഉണ്ട്, ഒരു സുതാര്യതയുള്ള DIG ആയിരുന്നു കേട്ടോ. എല്ലാം ഗൂഗിൾ വഴിയാണ് വാങ്ങിയത്, ഗൂഗിൾ പേ വഴിയാണ് മിക്ക കൈക്കൂലിയും വാങ്ങിയത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ജയിൽ DIG വിനോദ് കുമാറിന്റെ രാത്രികാലങ്ങളിലെ ദുരൂഹ ജയിൽ സന്ദർശനത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങി. മൂവാറ്റുപുഴ, കോട്ടയം, പൊൻകുന്നം ജയിലുകളിലെ സന്ദർശനത്തിലാണ് അന്വേഷണം. ജയിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ ജയിലിലെ വനിതാ തടവുകാരെയും വിനോദ് കണ്ടു. 2022 സന്ദർശനത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. അന്നത്തെ സന്ദർശനത്തിനെതിരായ പരാതി തള്ളിയതും പരിശോധിക്കും. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, ഈ DIG നടത്തിയ വിനോദ് കുമാർ നടത്തിയ രാത്രികാല സന്ദർശനങ്ങൾ, അതേപോലെ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ, ഇതൊക്കെ ഞെട്ടിക്കുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇന്നേ വരെ ഒരു ജയിൽ DIG, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ധൈര്യപ്പെടാത്ത രീതിയിലുള്ള വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചു. യഥാർത്ഥത്തിൽ ഹരി മറ്റാരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റുമോ ഈ വിനോദ് കുമാറിന്റെ കാര്യത്തിൽ? നമുക്കിപ്പോൾ കിട്ടുന്ന കണക്കുകളൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ പുള്ളിയുടെ വൈഫിന്റെ ഒക്കെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. പിന്നെ ഇതിനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ സ്വന്തം ഫോൺ നമ്പർ അയച്ചു കൊടുത്ത് ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന ഒരു സുതാര്യത കൂടി കാണിച്ചിട്ടുണ്ട് അല്ലേ നമ്മളുടെ ഈ ജയിൽ DIG? എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹരി? ഹരിയും ജാനുമായുള്ള ശബ്ദ സംഭാഷണം തടസ്സപ്പെട്ട വിവരം പ്രേക്ഷകരെ ഖേദപൂർവ്വം അറിയിക്കുന്നു. ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും ഹരി കേട്ടില്ല. ആദ്യത്തെ ഒരു ഭാഗം മാത്രമേ ഹരി കേട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോള് റീകണക്ട് ചെയ്യും. പ്രേക്ഷകരെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പൂ. അതാണ് അവസ്ഥ. ശരിക്കും ഈ ജയിൽ DIG ചെയ്ത ഓക്കെ, ഹരി കേൾക്കാമെന്ന് തോന്നുന്നു. പുറത്തു വരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് അല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ, ഇത് ഈ 2025 വരെ ഒന്നും നീളുന്ന കാര്യമായിരുന്നില്ല. 2022 തന്നെ കള്ളി വെളിച്ചത്താകുമായിരുന്നു. പക്ഷെ അന്ന് മധ്യമേഖല IG-യും ഉത്തരമേഖല IG-യും ഒക്കെ തന്നെ, ജയിൽ വകുപ്പിന്റെ മധ്യമേഖല ഉത്തരമേഖല IG-മാരൊക്കെ തന്നെ റിപ്പോർട്ടുകൾ നൽകിയിട്ടും ആ സമയത്തൊക്കെ ജയിൽ വകുപ്പ് അതിനോട് വലിയ രീതിയിലുള്ള നിസ്സംഗത പുലർത്തിയതാണ്. ഇത്തരത്തിലൊരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി ഈ വിനോദ് കുമാറിനെ സഹായിച്ചത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം 2022 തന്നെയാണ് ഈ നിഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള സന്ദർശനമൊക്കെ ഇയാൾ നടത്തിയത് എന്നുള്ളതാണ് ഈ തെളിവുകൾ പറയുന്നത്. അന്ന് മധ്യമേഖല IG ഒക്കെ അയച്ച കത്തിൽ പറയുന്നത്, ജയിൽ വകുപ്പ് മേധാവിക്ക് അയച്ച കത്താണ്. അതിനകത്ത് പറയുന്നത് 20 മിനിറ്റ് 25 മിനിറ്റ് ഒക്കെ തന്നെയാണ് ഈ പൊൻകുന്നം ജയിലില്, കോട്ടയം ജില്ലാ ജയിലില് ഒക്കെ തന്നെ ഇയാൾ വന്ന് പോയിക്കൊണ്ടിരുന്നത്. ചില തടവുകാരെ കാണുന്നു, അതിൽ ചില വനിതാ തടവുകാരെ കാണുന്നു. എന്തിനാണ് കാണാൻ വന്നതെന്നുള്ള കാര്യം ആ ജയിലിന്റെ ചുമതലയുണ്ടായിരുന്ന തന്നോട് പറയുന്നില്ല എന്നുള്ളതായിരുന്നു മധ്യമേഖല IG-യുടെ ഒക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണം. പക്ഷേ ജയിൽ വകുപ്പിന് ഈ പറയുന്ന പരാതി അയക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ജയിൽ വകുപ്പ് ഇതിനെ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ജയിൽ വകുപ്പിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, അത് മധ്യമേഖല IG-യുടെ ഈഗോയുടെ പ്രശ്നമാണ്. അത് വിനോദ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ജയിൽ ആസ്ഥാനത്തെ DIG-ക്ക് എപ്പോൾ വേണമെങ്കിലും സംസ്ഥാനത്തെ ഏത് ജയിൽ വേണമെങ്കിലും സന്ദർശിക്കാൻ കഴിയും. അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു മറുപടി പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയുകയാണ് ജയിൽ വകുപ്പ് ചെയ്തത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന പ്രശ്നം. പക്ഷേ വിജിലൻസ് ഇപ്പോൾ നോക്കിക്കാണുന്നത് ആ സന്ദർശനങ്ങളിൽ വലിയ രീതിയിലുള്ള ദുരൂഹത ഉണ്ടായിരുന്നു. ഇയാൾ നടത്തിയിട്ടുള്ള കൈക്കൂലി വാങ്ങൽ, ഒപ്പം തന്നെ തടവുകാർക്ക് നൽകുന്ന സഹായം, അതിലൊക്കെ തന്നെ ഈ ജയിൽ സന്ദർശനങ്ങൾക്കും വലിയ രീതിയിൽ റോളുണ്ട് എന്നുള്ളത് തന്നെയാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്ന് പ്രാഥമിക വിവരശേഖരണമൊക്കെ നടത്തിക്കൊണ്ട് വിനോദ് കുമാറിന്റെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് വിജിലൻസ് കടന്നിരിക്കുന്നത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരുൺ, ഇതേവരെ വകുപ്പ് തല നടപടി വിനോദ് കുമാറിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ എന്തിനു വകുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വിജിലൻസ് കണ്ടെത്തൽ നടത്തിയിട്ടും വകുപ്പിൽ എന്തിനാണ് ഈ വിനോദ് കുമാറിനെ പോലെയുള്ള കുമാരന്മാരെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വിനോദം അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ഇതാണ് വിനോദ് കുമാറിന്റെ ചില വിനോദങ്ങളാണ്. രാത്രികാലങ്ങളിൽ ചില ജയിലുകൾ സന്ദർശിക്കുക, വനിതാ തടവുകാരുടെ അടക്കമുള്ള ജയിലുകളിൽ സന്ദർശനം നടത്തി അവർക്ക് ചട്ടം അനുവദിക്കുന്നതിലും അധികം വലിയ ഇളവുകൾ ചെയ്തു കൊടുക്കുക, പൈസ വാങ്ങി പരോൾ അനുവദിക്കുക, പൈസ വാങ്ങി മറ്റ് ക്രമക്കേടുകൾ ജയിലിൽ ഈ കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് നടത്തി കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ജയിൽ DIG യമാനായ വിനോദ് കുമാറിന്റെ ചില വിനോദങ്ങൾ. എത്ര നല്ല വിനോദങ്ങൾ!